السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين أما بعد. ബഹുമാന്യനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട PSK മൊയ്തു ഉസ്താദ് അവർകൾ, ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സാദാത്യങ്ങൾ, ആലിമീങ്ങൾ, ഉസ്താദുമാർ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകർ, പ്രത്യേകിച്ച് നാം ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട പാണാവള്ളി ഉസ്താദിൻ്റെ മുഹിബ്ബീങ്ങൾ, ശിഷ്യന്മാർ, ഈ സദസ്സിലുള്ള പ്രിയ സഹപ്രവർത്തകർ, ഇത്രയധികം ആലിമീങ്ങളും സാദാത്യങ്ങളും ഉമറാക്കളും താലിമീങ്ങളും ഒരുമിച്ച് കൂടിയ ഈ മജ്‌ലിസിൻ്റെ ഹുർമത്ത് കൊണ്ട് നമ്മുടെ ബഹുമാന്യരായ ഉസ്താദ് അവറുകളെ പാരത്രിക ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ ഇപ്പോൾ ആരും ഒരു പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല. ഞാനങ്ങനെ ഒരു സ്ഥിരമായൊരു ദീർഘദൂര യാത്ര നടത്താനുള്ള ഒരു പ്രയാസമുള്ള ആളെന്ന നിലയിൽ വഫാത്തിൻ്റെ നേരത്തെ തന്നെ വിവരം അറിഞ്ഞിരുന്നെങ്കിലും ദൂരം കാരണം എനിക്ക് വരാൻ കഴിഞ്ഞില്ല. പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് വരാത്ത ഒരു വലിയൊരു പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ എൻ്റെ ബഹുമാന്യരായ PPA കുട്ടി ദാരിമി മമ്പറ ഉസ്താദ് മിനിയാന്ന് അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് 40ൻ്റെ ചടങ്ങിന് അദ്ദേഹം പോരുന്നുണ്ട്. അങ്ങനെ അത് ഷാഫി ഉസ്താദും അൻസനി ഉസ്താദുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ നമ്മൾ ഒന്നിച്ചു പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് സുബൈക്ക് പോകുന്നതാണ്. ദാരിമി ഉസ്താദ് കൂടെ ഉണ്ടായത് കൊണ്ട് കുറേ മഹാന്മാരെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ഇവിടെ എത്തിയത്. അല്പം വെയ്യത് അതുകൊണ്ടാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾ ദാരിമി ഉസ്താദിനെ കൊണ്ടുപോകണില്ല. കാരണം അദ്ദേഹത്തെ കൊണ്ടുപോയാൽ ഇനിയും ഒരുപാട് സിയാറത്തുകൾ തുടരും എന്നതുകൊണ്ട് അദ്ദേഹത്തെ തൽക്കാലം ഇവിടെ നിർത്തി ഞങ്ങളിനി വളരെ വേഗത്തിൽ പോകുന്നത് കൊണ്ടാണ് ഈ പരിപാടി ഇങ്ങനെ പെട്ടെന്ന് തലമറിച്ചാക്കിയത്. അതിനാരും പ്രയാസപ്പെടരുത്. ബഹുമാനപ്പെട്ട അബ്ദുള്ളാഹി നമ്മളെ പാണാവള്ളി ഉസ്താദ് അവറുകൾ നേരത്തെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും പല പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ടെലഫോണിലൂടെ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടും. പ്രത്യേകിച്ച് ഞാൻ 2 വർഷം ഡയാലിസിസ് ചെയ്തിരുന്നു. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് എന്നെ അങ്ങോട്ട് വിളിക്കും, ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിക്കും. വലിയ മാനസിക ധൈര്യം നൽകും. ചില കാര്യങ്ങളൊക്കെ പറയാനും ചെല്ലാനും ഒക്കെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കും. അതിലിടയ്ക്കാണ് ബഹുമാനപ്പെട്ട PSK ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരു ബഗ്ദാദ് യാത്ര കഴിഞ്ഞ ഈദുൽ ഫിത്തറിൻ്റെ തൊട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം ഒരു ബഗ്ദാദ് യാത്ര നടത്തി. അതിൽ ഉസ്താദ് അവറുകൾ ഞങ്ങളെ മുന്നിലെ സീറ്റിലായി ഉണ്ടായി. അമീർ നേതൃത്വപരമായ എല്ലാ സംഗതികളും അടവൻ ഉസ്താദ് നടത്തുന്നുവെങ്കിലും അദ്ദേഹത്തെ ഉസ്താദ് അടക്കം എല്ലാവരും മുന്നിൽ നിർത്തി. എല്ലാ മഖാമിലും അദ്ദേഹത്തെ മുന്നിൽ കയറ്റി. പരമാവധി അദ്ദേഹത്തിൻ്റെ ഒരു ദുആ കൂടെ ചേർത്തി. അങ്ങനെ ആ ഒരു യാത്ര ഒരു വല്ലാത്ത അനുഭവമായി. അന്ന് തന്നെ ചെറിയൊരു ക്ഷീണമൊക്കെ വർത്താനത്തിലൂടെ ഒക്കെ പറയാറുണ്ടെങ്കിലും മഖാമിലെത്തിയ പിന്നെ അത് മറന്നു. അവിടെ എത്തിയാൽ അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയാണ്. ആദ്യം മഖാമിലേക്ക് പ്രവേശിക്കുകയും ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവിടുന്ന് തിരിച്ചിറങ്ങുകയും ചെയ്യുന്ന ഒരു കാഴ്ച. ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ആലിമിൻ്റെ അടുത്ത്, ഒരു വലിയൻ്റെ അടുത്ത് നമ്മൾ എത്തുന്ന അതേ പ്രകാരം തന്നെയാണ് അവരെ മഖബറയിലേക്കും ചെല്ലേണ്ടത് എന്ന ആ പണ്ഡിതോചിതമായ ആ സിയാറത്തിൻ്റെ മര്യാദകളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് എമ്പാടും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. ഓരോ മഖാമിലെത്തിയാലും ദുആക്ക് ശേഷമോ മുമ്പോ പ്രത്യേകമായി ഉസ്താദിൻ്റെ അടുത്തിരുന്നാൽ കുറേ ആത്മീയമായ കാര്യങ്ങൾ പറഞ്ഞു തരും. ആ മഹാനെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അറിവുകൾ വിവരിച്ചു തരും. അങ്ങനെ അതൊരു വലിയ ബന്ധമായി മാറി. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ നേരിട്ട് വന്ന് കാണാൻ പിന്നീട് പറ്റിയില്ല. ഇടയ്ക്ക് ഞാൻ ഇതിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവിടെ വരാനും അതിനുള്ള എല്ലാ സൗകര്യവും ഉസ്താദ് ഒരുക്കിയെങ്കിലും സമയം വൈകിയത് കൊണ്ട് ഇനി നിങ്ങൾ എന്നെ കണ്ടു പോകുന്നത് ചിലപ്പോൾ നിങ്ങളെ യാത്രക്ക് പ്രയാസമാവെന്ന് പറഞ്ഞതുകൊണ്ട് അത് സാധ്യമാകാതെയും വന്നു.
ഏതായാലും നിങ്ങളെയൊക്കെ സാന്നിധ്യത്തിൽ മഹാനവറുകളെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു. മാത്രമല്ല, ഉസ്താദിനെ നമ്മൾ പാഠമാക്കണം. വലിയ പണ്ഡിതനാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംഘടനാ അഭിപ്രായ വ്യത്യാസങ്ങളിലൊക്കെ പ്രയാസം ഉണ്ട് എങ്കിലും നേരിട്ട് ഇൽമ പഠിച്ച പലരുമായി സംഘടനാപരമായ കാരണങ്ങളാൽ പഴയ മാതിരി അടുപ്പം പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിലും അവരെയൊക്കെ ഏറെ സ്നേഹിക്കുകയും ഓരോ പ്രാർത്ഥനയിലും അവരെ പ്രത്യേകം ഉൾപ്പെടുത്തുകയും അവരെ വസീലയാക്കിക്കൊണ്ട് മറ്റൊരു സംഘടനയുടെ ആളാണെന്നുള്ള യാതൊരു വേർതിരിവുമില്ലാതെ അവരെയൊക്കെ വസീലയാക്കി അള്ളാഹുവിനോട് ദ്വാരക്കുകയും ചെയ്യുന്ന വലിയൊരു മാതൃക അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ പ്രസ്ഥാനം, സംഘടന, അതിനെ മതമായി തന്നെ കാണുകയും അതിൻ്റെ എല്ലാ വിഷയങ്ങളിലും പങ്കെടുക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ ചെറിയ പ്രവർത്തകരെ പോലും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്ന അവിടുന്ന് കാട്ടിത്തന്ന മാതൃക നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇന്ന് നാം നമ്മുടെ കേരളത്തിൽ കാണുന്ന ഈ ദീനിയായ എല്ലാ ചൈതന്യത്തിൻ്റെയും പ്രധാന കാരണമായ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മതേതര കെട്ടുറപ്പിൻ്റെ ഒരു പ്രധാനമായ കാരണമായ നമ്മുടെ പണ്ഡിത സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിൻ്റെ സെന്റിനറി ആഘോഷം മലപ്പുറത്ത് നടക്കുകയാണ് അടുത്ത ജനുവരിയിൽ. അതിൻ്റെയൊക്കെ പ്രവർത്തന പ്രചരണ മാർഗങ്ങളിൽ നിങ്ങളൊക്കെ മുന്നിൽ നിൽക്കണമെന്നും അത് ഉസ്താദിന് വലിയ സന്തോഷമായിരിക്കുമെന്നും ഞങ്ങളുടെ ബഗ്ദാദി യാത്രയിൽ ഞങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ സംഘടനാ കാര്യങ്ങൾ സംസാരിക്കും. അതേ എന്നെ ഏറെ സംഘടനയുടെ ആളെന്ന നിലയിൽ ഏറെ സ്നേഹം കാട്ടി. മാത്രമല്ല 100-ാം വാർഷികമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് തിരക്കാകുമെന്ന് ഇടക്കിടക്ക് അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പം ഈ സമ്മേളനത്തിനോടൊപ്പം അദ്ദേഹം ഉണ്ട് എന്ന നിലക്ക് ജനുവരിയിൽ നടക്കുന്ന സമസ്ത 100-ാം വാർഷികാഘോഷ സമാപന ചടങ്ങുകളുടെ പ്രചരണ പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാം മുന്നിലുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിനൊരു അവസരം ഒരുക്കിയ മക്കളെയും അതുപോലെ മരുമകനെയും ഇതിൻ്റെ സംഘാടകനെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിനോടൊപ്പം നമ്മെയും കുടുംബത്തെയും ജന്നാത്തു അദിനിൽ അള്ളാഹു ഒന്നിപ്പിക്കട്ടെ. ആമീൻ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.